ഓക്കെ, നമ്മൾ ഇപ്പോൾ പഠിക്കാൻ പോകുന്നത് മൊഡ്യൂൾ 5 ആണ്. ഇതാണ് മൊഡ്യൂൾ 5. മൊഡ്യൂൾ 5-നകത്ത് നമുക്ക് പഠിക്കാനുള്ളത് സൈക്രോമെട്രി അല്ലെങ്കിൽ എയർ കണ്ടീഷനിങ് ആണ് നമുക്ക് പഠിക്കുന്നത്. നമുക്ക് ഇത്രയും നാൾ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് റെഫ്രിജറേഷനാണ്. അപ്പോൾ റെഫ്രിജറേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? തണുപ്പിക്കുക, വേറെ ഒന്നുമില്ല. ടെമ്പറേച്ചർ കുറയ്ക്കുക, ആംബിയൻ ടെമ്പറേച്ചറിനെ കാട്ടി ബിലോ കൊണ്ടുവരിക, അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചറിനെ കാട്ടി താഴെ കൊണ്ടുവരുന്ന ആ ഒരു പ്രൊസീജിയർ, അതായിരുന്നു എന്ത്? റെഫ്രിജറേഷൻ അല്ലേ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എയർ കണ്ടീഷനിങ് ആണ്. എന്താണ് എയർ കണ്ടീഷനിങ്? ആ വാക്കിൽ നിന്ന് തന്നെയുണ്ടല്ലേ, എയറിനെ കണ്ടീഷൻ ചെയ്യുക, അല്ലെങ്കിൽ എയറിൻ്റെ പ്രോപ്പർട്ടീസിനെ നമ്മളൊന്ന് ചേഞ്ച് ചെയ്യുക നമുക്ക് വേണ്ടുന്ന രീതിയിലേക്ക്. ഓക്കെ, അപ്പം ഒരിക്കലും നമുക്ക് അവിടെ പറയാൻ പറ്റത്തില്ല കൂളിംഗ് ആണ് ഹീറ്റിംഗ് ആണെന്നൊന്നും. ഓക്കെ, അപ്പം സമ്മർ എയർ കണ്ടീഷനിങ്, ചൂടത്ത് നമ്മൾ എയർ കണ്ടീഷൻ ചെയ്യുക. അപ്പോൾ എന്തുവാ നമ്മുടെ അൾട്ടിമേറ്റ്? തണുപ്പിക്കുക, എയറിനെ തണുപ്പിക്കുക. വീട്ടിൽ AC യൂസ് ചെയ്യത്തില്ല തന്നെ. വിൻ്റർ എയർ കണ്ടീഷനിങ്. എന്താണ് വിൻ്റർ എയർ കണ്ടീഷനിങ്? തണുപ്പത്തുള്ള എയർ കണ്ടീഷൻ. അപ്പോൾ എയറിനെ കണ്ടീഷൻ ചെയ്യണം എപ്പോഴാണ്? തണുപ്പത്ത്. അപ്പോൾ അവിടെ ഹ്യൂമൻ കംഫർട്ടാണ് അവിടുത്തെ പ്രധാനമെങ്കിൽ എന്ത് ചെയ്യണം? തണുപ്പിക്കണം, ടെമ്പറേച്ചർ കുറയ്ക്കണം, ടെമ്പറേച്ചർ കൂട്ടണം. വിൻ്ററിലാണെങ്കിൽ ടെമ്പറേച്ചർ കൂട്ടണം. ഹീറ്റിംഗ് ആണ് അവിടെ ഡിസൈർഡ് എഫക്റ്റ്. മനസ്സിലായോ? അപ്പോൾ എയർ കണ്ടീഷനിങ് എന്ന് പറഞ്ഞാൽ എന്താ? കണ്ടീഷനിങ് ഓഫ് ദ എയർ ഫോർ വിച്ച് ദ ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഫൈനൽ അതായത് കൺസ്യൂമർ, അല്ലെങ്കിൽ എന്താണ്, ആർക്ക് വേണ്ടിയാണോ നമുക്ക് ആ എയർ കണ്ടീഷനിങ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഫോർ ഹ്യൂമൻ കംഫർട്ടിനാണെങ്കിൽ ഹ്യൂമൻസിന് ആവശ്യമായിട്ടുള്ള രീതിയിൽ. അതേസമയം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇലക്ട്രോണിക് എക്യുപ്മെൻസിനും അല്ലെങ്കിൽ ഈ പറയുന്ന ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ എയർ കണ്ടീഷൻ ചെയ്ത് കൊടുക്കാറുണ്ട്. അവരുടെ പ്രോപ്പർ വർക്കിങ്ങിനും അവരുടെ എഫിഷ്യൻറ്റ് വർക്കിംഗ് അവ നശിച്ചു പോകാതെ, അല്ലെങ്കിൽ ഹൈ ടെമ്പറേച്ചർ ആകുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ ഇലക്ട്രോണിക് ചിപ്പുകളൊക്കെ നശിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. പ്രോസസ്സറൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ബേൺ ചെയ്ത് നശിച്ച് പോകാനുള്ള ചാൻസ് ഉണ്ട്. അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? എയർ കണ്ടീഷൻ ചെയ്യുന്നുണ്ട്. അപ്പം ഏതാണോ നമുക്ക്, ഏതിനു വേണ്ടിയാണോ അല്ലെങ്കിൽ അൾട്ടിമേറ്റ് എയിം ഏതിനെയാണോ നമുക്ക് കണ്ടീഷൻ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ആർക്ക് വേണ്ടിയാണോ ചെയ്യേണ്ടത്, അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക? എയറിനെ കണ്ടീഷൻ ചെയ്യുക, അല്ലെങ്കിൽ എയറിൻ്റെ പ്രോപ്പർട്ടീസ് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനെ വിളിക്കുന്ന പേരാണെന്ത്? ഈ പറയുന്ന എയർ കണ്ടീഷനിങ്. എയർ കണ്ടീഷനിങ് ക്യാൻ ബി എന്താണ്? ഫോർ ഹ്യൂമൻ കംഫർട്ട്, ഓർ യൂസ് ഫോർ ഇൻഡസ്ട്രിയൽ എയർ കണ്ടീഷൻ. ഇൻഡസ്ട്രിയുടെ ആവശ്യത്തിന് വേണ്ടി, അല്ലേ, ഒരു വ്യവസായശാലയ്ക്ക് വേണ്ടുന്ന രീതിയിൽ. ഫോർ എക്സാമ്പിൾ വേണമെങ്കിൽ ഞാൻ പറയാം. അതിനു മുമ്പിട്ട് ഈ എയർ കണ്ടീഷനിങ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ചെയ്യും? എയറിൻ്റെ പ്യൂരിറ്റി ഒരു ഭയങ്കര ക്രൈറ്റീരിയ, അല്ലേ. നമ്മൾ താമസിക്കുന്ന റൂമിൽ എയറിനകത്ത് എന്താണ്? ഓഫുൾ സ്മെല്ലാണ്, അല്ലെങ്കിൽ ഓർഡർ കൊള്ളില്ല, കൊള്ളത്തില്ല. അപ്പം ആ മണം കൊള്ളില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് സഫോക്കേഷൻ വരും. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ടാ? പ്യൂരിറ്റി ഓഫ് ദ എയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് പ്യൂരിറ്റി. രണ്ടാമത് വരുന്നതാണെന്ത്? ടെമ്പറേച്ചർ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സമ്മർ ആണെങ്കിൽ എന്ത് ചെയ്യണം? തണുപ്പിക്കണം. വിൻ്റർ ആണെങ്കിൽ ചൂടാക്കണം. അതേപോലെ വേറൊരെണ്ണമാണ് എന്ത്? ഹ്യൂമിഡിറ്റി, അതിൻ്റെ ഊഷ്മാവ്, അല്ലെങ്കിൽ എന്താണ്, അതിൻ്റെ വാട്ടർ വേപ്പർ പ്രസൻറ്റ് ഇൻ ദി എയർ, അല്ലേ. നമുക്ക് ഇപ്പം കടലിൻ്റെ ഓരങ്ങളിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന കോസ്റ്റൽ ഏരിയാസിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യത്തില്ല? ഇപ്പം വേർത്ത് കഴിഞ്ഞാൽ പോലും ആ വേർപ്പ് ഇവാപ്പറേറ്റ് ചെയ്ത് പോകത്തില്ല. കാരണം എന്താണ്? അറ്റ്മോസ്ഫിയറിലുള്ള എയറിനകത്തുള്ള വാട്ടർ വേപ്പർ സാച്ചുറേറ്റഡ് എന്നൊക്കെ പറയും. നമ്മളിപ്പം നോർമലി നമ്മൾ വേർക്കുമ്പം നമ്മുടെ ശരീരത്തിൽ നിന്ന് വാട്ടർ വേപ്പർ ഇവാപ്പറേറ്റ് ചെയ്ത് പോവും, അല്ലേ. ഇവാപ്പറേറ്റ് ചെയ്ത് പോകുന്ന എങ്ങോട്ട്? അറ്റ്മോസ്ഫിയറിലേക്ക്. അറ്റ്മോസ്ഫിയറിനത് സ്വീകരിക്കാൻ കേപ്പബിലിറ്റി ഉണ്ടായതുകൊണ്ടാണ് പോകുന്നത്. പക്ഷേ കോസ്റ്റൽ ഏരിയാസിൽ എന്താണ്? വെള്ളത്തിന് ഒന്നാമതേ കൂടുതൽ വെള്ളം സാച്ചുറേറ്റഡ് ആയിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നത്? അതിന് ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിൽ ഫുൾ അക്സെപ്റ്റ് ചെയ്തിരിക്കുക. അങ്ങനെയുള്ള സ്ഥലത്തിൽ നമ്മൾ വേർത്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമുക്കൊരു ഒട്ടൽ ഫീൽ ചെയ്യും. കാരണം എന്ത് ചെയ്യും? നമ്മുടെ ശരീരത്തിൽ നിന്ന് വേർത്ത വേപ്പർ എന്ത് ചെയ്യത്തില്ല? പോകത്തില്ല. മനസ്സിലായില്ലേ? അപ്പം അതെന്താണ്? എന്തുകൊണ്ടാണ്? അവിടെ എയറിന് ഹ്യൂമിഡിറ്റി എന്താണ്? കൂടുതലാണ്. ചില സമയത്ത് തണുപ്പത്തൊക്കെ നമുക്ക് നമ്മുടെ മോയ്സ്ചർ, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ വിണ്ട് കീറാനൊക്കെ തുടങ്ങും, അല്ലേ. മുഖത്തൊക്കെ ഇങ്ങനെ പാടുകൾ വരുന്നു. കാരണം എന്താ? അറ്റ്മോസ്ഫിയറിൽ ഹ്യൂമിഡിറ്റി കണ്ടൻറ്റ് കുറവാണ്. മനസ്സിലായില്ലേ? ഉണ്ടായിരുന്നെങ്കിൽ എന്ത് ചെയ്യുന്നു? നമ്മൾ സ്കിന്ന് ടെക്സ്ചർ നന്നായിട്ടിരുന്നേനെ. ചില സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ഈ തൊലിയൊക്കെ പൊട്ടാൻ തുടങ്ങും. അതേപോലെ ഭയങ്കര ഡ്രൈനെസ് നമുക്ക് ഫീൽ ചെയ്യും. കാരണം എന്താ? ആംബിയൻറ്റിലുള്ള ഹ്യൂമിഡിറ്റി കണ്ടൻറ്റ് കുറവാണ്. അപ്പോൾ ഹ്യൂമിഡിറ്റിയെ നമുക്ക് എന്ത് ചെയ്യണം? കണ്ടീഷൻ ചെയ്യണം. ഹ്യൂമിഡിറ്റിയെ നമുക്ക് വേണ്ടുന്ന രീതിയിൽ വെക്കണം. അതേപോലെ എയറിൻ്റെ വെലോസിറ്റി. നിങ്ങൾ AC-യുടെ കീഴത്ത് വന്ന് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് കംഫർട്ട് ഫീൽ ചെയ്യുമോ? ഇല്ല. ചിലയിടത്ത് എന്ത് ചെയ്യും? ചില ഓഫീസുകളിലൊക്കെ AC എന്ത് ചെയ്യുന്നുണ്ട്? ഫാനിൻ്റെ സ്പീഡ് ഫുള്ള് കൂട്ടിയിട്ടിട്ട് അതിൻ്റെ കീഴത്തിരിക്കുന്നവൻ്റെ കാര്യം പറയണ്ട, അല്ലേ. ഭയങ്കര ഡിസ്കംഫർട്ടായിരിക്കും. അവന് കോൾഡ്, ചില്ല്, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്? അസ്വസ്ഥത ഫീൽ ചെയ്യും. അപ്പം അതും ഒരു കംഫർട്ടിനകത്ത് വരുന്നതാണ്. വെലോസിറ്റി ഓഫ് ദ എയർ,
വെലോസിറ്റി ഓഫ് ദി എയർ. അപ്പോൾ ഏതൊക്കെ വരുന്നുണ്ട്? അവിടുത്തെ പ്യൂരിറ്റി വരുന്നുണ്ട്, ടെമ്പറേച്ചർ വരുന്നുണ്ട്, ഹ്യൂമിഡിറ്റി കണ്ടൻറ്റ് വരുന്നുണ്ട്, അതേപോലെ വെലോസിറ്റി. ഇപ്പോൾ ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നത് കൺസിഡറേഷനിൽ വരുന്നതാണ് എയർ കണ്ടീഷനിങ്ങിൽ. അപ്പം എയറിനെ പറ്റിയുള്ള സ്റ്റഡി എന്താണ്? എയറിനെ പറ്റിയുള്ള പഠനം, അതിനെ വിളിക്കുന്ന പേരാണ് സൈക്രോമെട്രി. എന്താണ്? സൈക്രോമെട്രി വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സൈക്രോമെട്രി, എയറിനെ കുറിച്ചുള്ള പഠനം. ഓക്കെ, എയറിൻ്റെ പ്രോപ്പർ പഠനം. അപ്പോൾ കുറച്ച് സൈക്രോമെട്രിക് ടേംസ്. ഇപ്പോൾ എയർ കണ്ടീഷനിങ് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ എന്ത് ചെയ്യുന്നു? പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പം നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ സൈക്രോമെട്രിക് ടേംസാണ്. ഈ എയറിനെ കുറിച്ചുള്ള പഠനത്തിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഓരോ ടേംസ് അല്ലേ. അപ്പം ഒന്നാമത്തെ ടേമാണ് ഡ്രൈ എയർ. എന്താണ് ഡ്രൈ എയർ? ഡ്രൈ എയർ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ നോർമൽ എയർ. എന്തൊക്കെയുണ്ട്? നൈട്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, ഇതിൻ്റെ എല്ലാം കൂടെ മിക്സ്ചർ. അപ്പം അങ്ങനെയുള്ള ആ ഒരു എയറിനെ വിളിക്കുന്ന, അതിനകത്ത് മോയ്സ്ചർ കണ്ടൻ്റ് ഒന്നും ഇല്ല എന്നുള്ള അസംഷൻ എടുക്കുകയാണെങ്കിൽ ആ എയറിനെ വിളിക്കുന്ന പേരാണ് ഡ്രൈ എയർ. അല്ലെങ്കിൽ അതിനകത്ത് വാട്ടർ വേപ്പറിൻ്റെ കണ്ടൻ്റ് ഒന്നും ഇല്ല, അങ്ങനെയാണെങ്കിൽ ആ എയറിനെ വിളിക്കുന്ന പേരാണ് ഡ്രൈ എയർ. രണ്ടാമത്തത് മോയ്സ്ചർ. എന്താണ്? മോയ്സ്ചർ. സ്പേസ് ഉണ്ടേ, മോയ്സ്റ്റ് എയർ. മോയ്സ്ചർ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് എ മിക്സ്ചർ ഓഫ് ഡ്രൈ എയർ പ്ലസ് വാട്ടർ വേപ്പർ. ഡ്രൈ എയറിൻ്റെയും വാട്ടർ വേപ്പറിൻ്റെയും കൂടെ മിക്സ്ചറിനെ വിളിക്കുന്ന പേരാണെന്ത്? മോയ്സ്ചർ. സംശയമുണ്ടോ? ഇല്ല. ഓക്കെ, അടുത്താണ് സാച്ചുറേറ്റഡ് എയർ. എന്താണ്? സാച്ചുറേറ്റഡ് എയർ. സാച്ചുറേറ്റഡ് എയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, നമ്മൾ ഈ വെള്ളത്തിനകത്ത് ഉപ്പ് കലക്കും. ഉപ്പ് കലക്കി നോർമൽ ടെമ്പറേച്ചറിലും നോർമൽ പ്രഷറിലും നമ്മൾ ഉപ്പ് കലക്കി കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് ഉപ്പ് കലങ്ങത്തില്ല അറ്റ് സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ. അപ്പോൾ ആ വെള്ളത്തിന് സ്വീകരിക്കാൻ പറ്റുന്നതിൽ കൂടുതൽ, അല്ലെങ്കിൽ പറ്റുന്നിടത്തോളം അത് ഉപ്പ് എന്ത് ചെയ്യുന്നു? അത് സ്വീകരിച്ച് കഴിഞ്ഞു. അതേപോലെ തന്നെയാണ് ഈ എയറിനകത്ത് നമുക്ക് വാട്ടർ വേപ്പർ ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ടേയിരിക്കാം. പക്ഷേ ആഡ് ചെയ്ത് ഒരു കണ്ടീഷൻ എത്തുമ്പോൾ പിന്നെ അതിന് സ്വീകരിക്കാനുള്ള കേപ്പബിലിറ്റി കാണത്തില്ല. അപ്പോൾ അങ്ങനെ 100% എയർ എന്ത് ചെയ്യുന്നുണ്ട്? വാട്ടർ വേപ്പറിനെ ഉൾക്കൊണ്ടുകൊണ്ടാണ് നിൽക്കുന്നത്. അല്ലെങ്കിൽ അതിൻ്റെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി 100% ആണ്. അതിൻ്റെ RH 100% ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന എയറിനെ വിളിക്കുന്ന പേരാണ് സാച്ചുറേറ്റഡ് എയർ. എന്താണ്? സാച്ചുറേറ്റഡ് എയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ മിക്സ്ചർ ഓഫ് ഡ്രൈ എയർ ആൻഡ് വാട്ടർ വേപ്പർ വെൻ ദ എയർ ഹാസ് ഡിഫ്യൂസ്ഡ്, എന്ന് വെച്ചാൽ അത് മിക്സ് ചെയ്തേക്കുന്നു, അല്ലെങ്കിൽ അത് ഉൾക്കൊണ്ടിരിക്കുന്നു. ഡിഫ്യൂസ്ഡ് മാക്സിമം എമൗണ്ട് ഓഫ് വാട്ടർ വേപ്പർ ഇൻറ്റു ഇറ്റ്. അതിനെ വിളിക്കുന്ന പേരാണെന്ത്? സാച്ചുറേറ്റഡ് എയർ. ഓക്കെ, അടുത്ത പഠിക്കാനുള്ളതാണ് ഹ്യൂമിഡിറ്റി. എന്താണ്? ഹ്യൂമിഡിറ്റി അഥവാ ഹ്യൂമിഡിറ്റി റേഷ്യോ എന്ന് പറയും, അല്ലെങ്കിൽ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി എന്ന് നമ്മളതിനെ വിളിക്കും. ഹ്യൂമിഡിറ്റി എന്ത് വിളിക്കും? അടുത്ത് പഠിക്കാനുള്ളതാണ് ഹ്യൂമിഡിറ്റി അല്ലെങ്കിൽ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി. എന്താണ്? സ്പെസിഫിക് ഹ്യൂമിഡിറ്റി നമ്മൾ പറയും. സ്പെസിഫിക് ഹ്യൂമിഡിറ്റി അല്ലെങ്കിൽ എന്താ വിളിക്കുന്നത്? ഹ്യൂമിഡിറ്റി റേഷ്യോ. ഇതിനെ നോട്ട് ചെയ്യാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഹ്യൂമിഡിറ്റി റേഷ്യോ. അപ്പോൾ എന്താണ് ഹ്യൂമിഡിറ്റി റേഷ്യോ? ഹ്യൂമിഡിറ്റി റേഷ്യോ അഥവാ ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ മാസ് ഓഫ് വാട്ടർ വേപ്പർ പ്രസൻറ്റ് ഇൻ 1 kilogram ഓഫ് ഡ്രൈ എയർ. അതായത് നിങ്ങളുടെ അറ്റ്മോസ്ഫിയറിൽ ഒരു എയർ ഉണ്ട്, ആ എയർ, അല്ലെങ്കിൽ നിങ്ങളുടെ റൂമിലൊരു എയർ ഉണ്ട്, ആ റൂമിലെ എയറിൽ നിന്ന് 1 kilogram ഓഫ് എയർ എടുത്തിട്ട് ഞാൻ അതിനകത്ത് എന്തുണ്ടെന്ന് നോക്കുക. അല്ലെങ്കിൽ എന്താ? ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ വേപ്പർ ഡിവൈഡഡ് ബൈ ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് എയർ പെർ യൂണിറ്റ് കിലോഗ്രാമിലല്ലേ വേണ്ടേ? നമുക്ക് അങ്ങനെ വേണമെങ്കിലും പറയാം. സിമ്പിൾ ഡെഫിനിഷനിൽ പറയാമെങ്കിൽ എന്തോ 1 kilogram ഓഫ് മോയ്സ്ചറിനകത്ത് എന്തുമാത്രം വാട്ടർ വേപ്പർ ഉണ്ട് എന്നതിനെ വിളിക്കുന്ന പേരാണത് ഹ്യൂമിഡിറ്റി അഥവാ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി. പെർ യൂണിറ്റ് കിലോഗ്രാം ഓഫ് എയറിനകത്ത് എന്തുമാത്രം വാട്ടർ വേപ്പർ ഉണ്ടെന്ന് വിളിക്കുന്ന പേരാണത് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത്. ഡൗട്ടുണ്ടോ? ഇല്ല. ഇനി അടുത്തയാണ് ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ. എന്താണ്? ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ. ഇമ്പോർട്ടൻ്റ്, ശ്രദ്ധിച്ചിരുന്നോളാം. ഞാൻ ഈ പറയുന്നതിൻ്റെ കൂടെ നിങ്ങൾ ബുക്കിൽ എഴുതി അത്രയും നിങ്ങളുടെ ഓർമ്മയിൽ നിൽക്കും. അല്ലെങ്കിൽ ഓരോന്ന് പറയുമ്പോൾ എന്താണ് ഓരോ നമ്മൾ വ്യത്യാസം ഇങ്ങനെ മനസ്സിൽ ബ്രെയിനിൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് പോകും.
ഓക്കെ, അല്ലാതെ ഇതിനെ കേട്ടോണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് വിട്ടു പോകത്തേ ഉള്ളൂ. ഞാൻ ഈ പറയുന്നതിൻ്റെ കൂടെ ഓരോന്നിൻ്റെയും ആ റേഷ്യോ വഴി ഇങ്ങനെ എഴുതി വെച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് എഴുതി? മാസ് ഓഫ് വാട്ടർ വേപ്പർ ഡിവൈഡ് ബൈ മാസ് ഓഫ് എയർ എന്ന് വെച്ചാൽ 1 കിലോഗ്രാം ഓഫ് എയറിലുള്ള 1 കിലോഗ്രാം ഓഫ് എയർ. അപ്പോൾ നമ്മൾ യൂണിറ്റ് പറയുമെങ്കിൽ ഗ്രാം പെർ കിലോഗ്രാം ഓഫ് എയർ എന്ന് പറയും. ഗ്രാം പെർ കിലോഗ്രാം ഓഫ് ഡ്രൈ എയർ നമ്മൾ എന്ത് ചെയ്യും പറയും. ഓക്കെ, അപ്പോൾ അടുത്താണ് എന്ത്? ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ. ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് ആക്ച്വൽ മാസ് ഓഫ് വാട്ടർ വേപ്പർ ഇൻ യൂണിറ്റ് മാസ് ഓഫ് ഡ്രൈ എയർ. അതായത് നമ്മുടെ എയറിനകത്ത് എന്തുമാത്രം വാട്ടർ വേപ്പർ ഉണ്ട് ഡിവൈഡഡ് ബൈ ദ മാസ് ഓഫ് വാട്ടർ വേപ്പർ ഇൻ ദി സെയിം മാസ് വെൻ ദ എയർ ഈസ് സാച്ചുറേറ്റഡ്. അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്ന എയറിനകത്ത് എന്തുമാത്രം വാട്ടർ വേപ്പർ ഉണ്ട് ഡിവൈഡഡ് ബൈ തന്നിരിക്കുന്ന സെയിം ക്വാണ്ടിറ്റി ഓഫ് എയറിനകത്ത് എന്തുമാത്രം വാട്ടർ വേപ്പർ ഉണ്ടാകാമായിരുന്നു എന്ന് പറഞ്ഞാൽ എപ്പോഴാണ്? സാച്ചുറേറ്റഡ് ആയിരുന്ന കണ്ടീഷനിൽ. മനസ്സിലാകുന്നുണ്ടോ? ദ മാസ് ഓഫ് വാട്ടർ വേപ്പർ പ്രസൻറ്റ് ഇൻ ദ എയർ ടു ദി മാസ് ഓഫ് വാട്ടർ വേപ്പർ പ്രസൻറ്റ് ഇൻ ദ സെയിം ക്വാണ്ടിറ്റി ഓഫ് എയർ വെൻ ദ എയർ ഈസ് സാച്ചുറേറ്റഡ്. എങ്ങനെയാണ്? ദർ ഇസ് റേഷ്യോ ഓഫ് ദ ആക്ച്വൽ മാസ് ഓഫ് വാട്ടർ വേപ്പർ പ്രസൻറ്റ് ഇൻ ദ ഗീവൺ ക്വാണ്ടിറ്റി ഓഫ് എയർ ഡിവൈഡഡ് ബൈ ദ മാസ് ഓഫ് വാട്ടർ വേപ്പർ പ്രസൻറ്റ് ഇൻ ദ സെയിം ക്വാണ്ടിറ്റി വെൻ ദ എയർ ഈസ് സാച്ചുറേറ്റഡ്. അപ്പോൾ അതിനെ വിളിക്കുന്ന പേരാണെന്ത്? ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ. അടുത്തതാണ് അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി. എന്താണ് അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി? അപ്പം നമ്മൾ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി പറഞ്ഞായിരുന്നു. സ്പെസിഫിക് ഹ്യൂമിഡിറ്റി എന്താ? ഇറ്റ് ഇസ് എ എമൗണ്ട് ഓഫ് വാട്ടർ വേപ്പർ പ്രസൻറ്റ് അല്ലേ എന്ന് വെച്ചാൽ കിലോഗ്രാം. ഇറ്റ്സ് എ മാസ് ഓഫ് വാട്ടർ വേപ്പർ പ്രസൻറ്റ് എന്നാണ് പറഞ്ഞത് അല്ലേ. മാസ് ഓഫ് വാട്ടർ വേപ്പർ പ്രസൻറ്റ് ഇൻ ദി എന്താണ് 1 കിലോഗ്രാം ഓഫ് എയറിനകത്തുള്ളതിനകത്തുള്ളൂ. ഇനി അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി എന്താണ്? അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ മാസ് ഓഫ് വാട്ടർ വേപ്പർ പ്രസൻറ്റ് ഇൻ പെർ യൂണിറ്റ് വോളിയം, അല്ലെങ്കിൽ ഒരു വോളിയം ഓഫ് പെർ മീറ്റർ ക്യൂബിനകത്ത്. മറ്റേ സ്പെസിഫിക് ഹ്യൂമിഡിറ്റിയുടെ യൂണിറ്റ് എന്തായിരുന്നു? ഗ്രാം പെർ കിലോഗ്രാമാണ്. എന്ന് പറഞ്ഞാൽ എന്തുമാത്രം വാട്ടർ വേപ്പർ ഉണ്ട് ഡിവൈഡ് ബൈ എന്തുമാത്രം എയർ ഉണ്ട്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ എമൗണ്ട് ഓഫ് ഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞു എന്താണ് അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി എന്താണ്? ഗ്രാം പെർ മീറ്റർ ക്യൂബ്. ഇറ്റ് ഈസ് എ എമൗണ്ട് ഓഫ് വാട്ടർ വേപ്പർ അല്ലെങ്കിൽ മാസ് ഓഫ് വാട്ടർ വേപ്പർ പ്രസൻറ്റ് യൂണിറ്റ് വോളിയം അല്ലെങ്കിൽ 1 മീറ്റർ ക്യൂബ് ഓഫ് എയർ. അപ്പോൾ അതിനെ വിളിക്കുന്ന പേരാണിത് അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി. അടുത്തയാണ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. എന്താണ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ റേഷ്യോ ഓഫ് ആക്ച്വൽ മാസ് ഓഫ് വാട്ടർ വേപ്പർ ഇൻ എ ഗീവൺ വോളിയം ഓഫ് മോയ്സ്ചർ ടു ദി, ശ്രദ്ധിച്ചേക്കണം, ടു ദി മാസ് ഓഫ് വാട്ടർ വേപ്പർ ഇൻ ദ സെയിം വോളിയം വെൻ ഇറ്റ് ഈസ് സാച്ചുറേറ്റഡ്. അതായത് ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ ഏകദേശം സിമിലറാണ്. ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ എന്തായിരുന്നു? ഇറ്റ് ഈസ് ദ മാസ് ഓഫ് വാട്ടർ വേപ്പർ പ്രസൻറ്റ് ഇൻ ദിസ് ഗീവൺ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഗീവൺ കിലോഗ്രാം ഓഫ് എന്താണ്, അല്ലെങ്കിൽ പെർ യൂണിറ്റ് കിലോഗ്രാം ഓഫ് എയർ ടു ദി മാസ് ഓഫ് വാട്ടർ വേപ്പർ പ്രസൻറ്റ് ഇൻ ദി സെയിം ക്വാണ്ടിറ്റി വെൻ ഇറ്റ് ഈസ് സാച്ചുറേറ്റഡ്, അല്ലെങ്കിൽ സെയിം കിലോഗ്രാം വെൻ ഇറ്റ് ഈസ് സാച്ചുറേറ്റഡ്. അതേപോലെയാണ് ഇവിടെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞാൽ വോളിയത്തിൽ പറയുന്നേ ഉള്ളൂ. ഇറ്റ് ഈസ് ആക്ച്വൽ മാസ് ഓഫ് വാട്ടർ വേപ്പർ പ്രസൻറ്റ് ഇൻ ദി ഗീവൺ വോളിയം ഓഫ് മോയ്സ്ചർ ടു ദി മാസ് ഓഫ് വാട്ടർ വേപ്പർ ഇൻ ദ സെയിം വോളിയം വെൻ ഇറ്റ് ഈസ് സാച്ചുറേറ്റഡ്. ആ സെയിം വോളിയമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. മറ്റേതെന്ന് പറയുന്നത് സെയിം മാസ് അല്ലെങ്കിൽ തന്നിരിക്കുന്ന ഗീവൺ ക്വാണ്ടിറ്റി എന്ന് വെച്ചാൽ മാസിലാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇവിടെ എന്ന് പറഞ്ഞാൽ അതാണ് റിലേറ്റീവിലാണ് എന്ന് വെച്ചാൽ വോളിയത്തിലാണ്. അപ്പം ഈ പറയുന്ന റിലേറ്റീവ് ഹ്യൂമിഡിറ്റിക്കും ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ യൂണിറ്റിലാണ്. കാരണം രണ്ടിടത്ത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ആദ്യം പറയുമെങ്കിൽ ഇപ്പം ഗ്രാം പെർ കിലോഗ്രാം ഡിവൈഡ് ബൈ ഗ്രാം പെർ കിലോഗ്രാം എന്നാണ് ഇത് ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ യൂണിറ്റ്. ഈ പറയുന്ന റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയുടെ യൂണിറ്റ് എന്താണ്? ഗ്രാം പെർ മീറ്റർ ക്യൂബ് ഡിവൈഡ് ബൈ ഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞു വരും. മനസ്സിലായില്ലേ? അപ്പോൾ രണ്ടിനും എന്തില്ല? യൂണിറ്റ് ഇല്ല, വെട്ടി കളയും. അപ്പോൾ റിലേറ്റീവ് ഹ്യൂമിഡിറ്റിക്കും ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ എന്തില്ല? യൂണിറ്റ് ഇല്ല. ഓക്കെ, റിലേറ്റീവ് ഹ്യൂമിഡിറ്റി നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് പെർസെൻറ്റേജിലാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത പ്രോപ്പർട്ടിയാണ് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ. ഈ സാധനം നിങ്ങൾ പുതുതായിട്ട് കേൾക്കുന്നതാണ്, ശ്രദ്ധിച്ചിരുന്നോണം. ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ. നിങ്ങളൊരു നോർമൽ തെർമോമീറ്റർ അല്ലേ, ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്ന സാധനമാണ് തെർമോമീറ്റർ. അത് വെച്ച് നിങ്ങൾ എയറിൻ്റെ ടെമ്പറേച്ചർ മെഷർ ചെയ്യുക.
അങ്ങനെ കിട്ടുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ടെമ്പറേച്ചറിനെ വിളിക്കുന്ന പേരാണ് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ. അത് നമ്മൾ എന്ത് ചെയ്യും, ടി ഡി എന്ന് നമ്മൾ എന്ത് ചെയ്യും സ്പെസിഫൈ, അല്ലെങ്കിൽ TDB ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ. ഇങ്ങനെ നമ്മൾ സ്മോൾ ലെറ്ററിൽ ടി വേണമെങ്കിൽ ഇടാം. ഓക്കെ, അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും റെപ്രസെൻറ്റ് ചെയ്യും. അപ്പോൾ നോർമലായിട്ടുള്ള തെർമോമീറ്റർ വെച്ചിട്ട് നിങ്ങളതിൻ്റെ ടെമ്പറേച്ചർ സെൻസ് ചെയ്യുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ. അപ്പം ആ എയറിനകത്ത് മോയ്സ്ചർ ഉണ്ടെങ്കിൽ അതിൻ്റെ ടെമ്പറേച്ചർ കൺസിഡർ ചെയ്യുന്നുണ്ടോ? ഇല്ല. ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ഡ്രൈ എയറിൻ്റെ ടെമ്പറേച്ചർ കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ വിളിക്കുന്നത്. അടുത്തയാണ് വെറ്റ് ബൾബ് ടെമ്പറേച്ചർ, WBT എന്ന് പറയും. ഇതാണ് WBT. ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ എന്തോ DBT, ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ DBT, വെറ്റ് ബൾബ് ടെമ്പറേച്ചർ WBT എന്ന് പറയുമ്പം നമ്മൾ നേരത്തെ എടുത്ത തെർമോമീറ്ററിന് ഒരു ബൾബൊക്കെ ഉണ്ടെന്ന് അറിയാമല്ലോ. ഇതാണ് ബൾബ്. ഈ ബൾബിൻ്റെ ചുറ്റും ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു നനഞ്ഞ തുണി ഇട്ടു, ഒരു വെറ്റ് ക്ലോത്ത് അല്ലെങ്കിൽ വെറ്റ് ക്ലോത്ത് നനച്ചു, അല്ലെങ്കിൽ ഒരു തുണി വെച്ചു. എന്നിട്ട് ഞാനൊന്ന് എന്ത് ചെയ്യുക, ടെമ്പറേച്ചർ മെഷർ ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യും, ഈ അറ്റ്മോസ്ഫിയറിലുള്ള വാട്ടർ വേപ്പർ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഈ തുണിക്കകത്തേക്ക് എന്ത് ചെയ്യും, അബ്സോർബ് ചെയ്യും, അല്ലെങ്കിൽ അതിൻ്റെ ടെമ്പറേച്ചർ എന്ത് ചെയ്യും, ഈ തെർമോമീറ്റർ കൺസിഡർ ചെയ്യും. അങ്ങനെ കിട്ടുമ്പോൾ ഉള്ള ടെമ്പറേച്ചറാണ് വെറ്റ് ബൾബ് ടെമ്പറേച്ചർ. ഇറ്റ് ഈസ് എ ടെമ്പറേച്ചർ റെക്കോർഡഡ് ബൈ എ തെർമോമീറ്റർ വെൻ ദ ബൾബ് ഈസ് സറൗണ്ടഡ് ബൈ എ വെറ്റ് ക്ലോത്ത് എക്സ്പോസ്ഡ് ടു എയർ. സച്ച് എ തെർമോമീറ്റർ ഈസ് കോൾഡ് എന്താണ്, വെറ്റ് ബൾബ് തെർമോമീറ്റർ, ആൻഡ് ദ ടെമ്പറേച്ചർ റെക്കോർഡ് ഈസ് വെറ്റ് ബൾബ് ടെമ്പറേച്ചർ. നമ്മൾ TW നമ്മൾ എന്ത് ചെയ്യും, റെപ്രസെൻറ്റ് ചെയ്യും. TD എന്ന് വെച്ചാൽ എന്തായിരുന്നു, ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ. ഓക്കെ, അടുത്തയാണ് വെറ്റ് ബൾബ് ഡിപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ മൈനസ് വെറ്റ് ബൾബ് ടെമ്പറേച്ചർ ഓഫ് എൻ എയർ ഈസ് കോൾഡ് വെറ്റ് ബൾബ് ഡിപ്രഷൻ. വെറ്റ് ബൾബ് ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ മൈനസ് വെറ്റ് ബൾബ് ടെമ്പറേച്ചർ ഓഫ് ദി ഗീവൺ എയർ. അതിനെ വിളിക്കുന്ന പേരാണ് വെറ്റ് ബൾബ് ഡിപ്രഷൻ. ഓക്കെ, അപ്പോൾ 3 ടെമ്പറേച്ചർ നമ്മൾ പഠിച്ചു. എന്തുവാ, ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ, വെറ്റ് ബൾബ് ടെമ്പറേച്ചർ, മൂന്നാമത്തെ ടെമ്പറേച്ചറാണ് ഡ്യൂ പോയിൻ്റ് ടെമ്പറേച്ചർ. എന്തുവാ, ഡ്യൂ പോയിൻ്റ് ടെമ്പറേച്ചർ, DPT. അപ്പം എന്താണ് DPT? എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾ ഫ്രിഡ്ജിൽ നിന്ന് ഒരു കുപ്പി വെള്ളം എടുത്ത് നിങ്ങൾ റൂമിലേക്ക് വെച്ചു. അപ്പോൾ റൂമിൻ്റെ അറ്റ്മോസ്ഫിയർ പ്രഷർ 1 atmosphere. ഓക്കെ, അപ്പം ആ 1 atmosphere, അപ്പം നിങ്ങൾ എന്ത് സംഭവിക്കുന്നത്, ഈ കുപ്പി തണുത്ത കുപ്പിയാണ് അല്ലേ, കുപ്പിക്കകത്ത് വെള്ളം തണുത്തയാണ്. അപ്പം കുപ്പിയുടെ ചുറ്റും നോക്കുമ്പോൾ ആദ്യം എന്തെങ്കിലും ഉണ്ടോ, ഒന്നുമില്ല. കുപ്പി നമുക്ക് വ്യക്തമായിട്ട് കാണാം. കുപ്പിക്കകത്തുള്ള പെപ്സിയുടെ കുപ്പിയാണെങ്കിൽ അതിനെ പെപ്സി എന്നൊക്കെ എഴുതിയേക്കുന്നതും അതിനകത്ത് മാർക്കും അതിൻ്റെ MRP മാർക്ക് ചെയ്തേക്കുന്നതും എക്സ്പയറി മാർക്ക് ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് കാണാം. പക്ഷേ ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ കാണാം അതിൻ്റെ ചുറ്റും മൊത്തം വാട്ടർ ഡ്രോപ്ലെറ്റ്സ്, ഡ്യൂസ് ഉണ്ടായിരിക്കുന്നതാണ്. മനസ്സിലായോ? ഡ്യൂസ് അല്ലെങ്കിൽ നനവ് അല്ലെങ്കിൽ മഞ്ഞ് തുള്ളി പോലെ തുള്ളികൾ ഇങ്ങനെ ഉണ്ടായിരിക്കുന്നത് കാണാം വെള്ളത്തിൻ്റെ. അപ്പോൾ എന്താ അത്, എവിടുന്ന് ആ വെള്ളം വന്നേ, കുപ്പിക്കകത്തുനിന്ന് വെളിയിലേക്ക് വന്നതാണോ? അല്ല, പിന്നെ എങ്ങനെ, അറ്റ്മോസ്ഫിയറിലുള്ള വെള്ളം, അറ്റ്മോസ്ഫിയറിലുള്ള വാട്ടർ വേപ്പർ കണ്ടൻസ് ആയതാണ്. ഞാൻ പറഞ്ഞു മോയിസ്റ്റ് എയർ എന്ന് പറഞ്ഞാൽ എന്താ, ഡ്രൈ എയറിൻ്റെയും വാട്ടർ വേപ്പറിൻ്റെ കൂടെ മിക്സറാണ്. അപ്പോൾ ആ മോയിസ്റ്റ് എയറിൽ നിന്ന് കണ്ടൻസ് ആയി എന്ന് പറഞ്ഞാൽ വേപ്പർ ടു ലിക്വിഡിലേക്ക് കൺവേർട്ട് ചെയ്തു. എങ്ങനെ, ടെമ്പറേച്ചർ കുറഞ്ഞപ്പം. എങ്ങനെ ടെമ്പറേച്ചർ കുറഞ്ഞ്, ഈ തണുത്ത കുപ്പി വെള്ളമാണ് ഞാൻ എന്ത് ചെയ്തേക്കുന്നത്, അറ്റ്മോസ്ഫിയർ വെച്ചേക്കുന്നത്. അപ്പം ആ കുപ്പിയുടെ ചുറ്റുമുള്ള എയറിനകത്തുള്ള വാട്ടർ വേപ്പർ എന്ത് ചെയ്യും, തണുക്കാൻ തുടങ്ങും, അല്ലെ, എയർ തണുക്കാൻ തുടങ്ങും. അങ്ങനെ എയർ തണുത്താൽ എന്ത് ചെയ്യും, കണ്ടൻസ് ചെയ്യും. എയർ തണുത്താൽ എന്ത് ചെയ്യും, കണ്ടൻസ് ചെയ്യും. അങ്ങനെ കണ്ടൻസ് ചെയ്ത് കിട്ടിയ വെള്ളമാണെന്ത്, ആ കുപ്പിയുടെ ചുറ്റുമുള്ളത്. അപ്പം വെറ്റ് ബൾബ് ടെമ്പറേച്ചറിൻ്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇറ്റ് ഇസ് എ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ദ ഫസ്റ്റ് ഡ്യൂസ് ആർ ഫോംഡ്, അല്ലെങ്കിൽ വാട്ടർ വേപ്പറിൻ്റെ ഡ്രോപ്ലെറ്റ് ആർ ഫോംഡ് ഇൻ ദ അറ്റ്മോസ്ഫിയർ വെൻ ഇറ്റ് ഈസ് കൂൾഡ് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ. കോൺസ്റ്റൻറ്റ് പ്രഷറിൽ ഞാൻ ആ എയറിനെ തണുപ്പിച്ചപ്പം, അല്ലേ, ഞാൻ കുപ്പി വെളിയിൽ കൊണ്ടുവച്ചപ്പം കോൺസ്റ്റൻറ്റ് പ്രഷറല്ലേ അറ്റ്മോസ്ഫിയർ. കോൺസ്റ്റൻറ്റ് പ്രഷറിൽ ഞാൻ എന്ത് ചെയ്യുമോ, എയറിനെ തണുപ്പിക്കും. എങ്ങനെയാണ് ഇപ്പം ഞാൻ ഈ എക്സാമ്പിൾ എയറിനെ തണുപ്പിച്ചേ, കുപ്പിയുടെ തണുപ്പുണ്ട്. അങ്ങനെ തണുപ്പിക്കുമ്പം ആ ഡ്യൂസ് ഫസ്റ്റ് ഫോം ചെയ്യുന്ന ആദ്യത്തെ ഒരു ഡ്യൂ ഉണ്ടാകുമല്ലോ, ഒരു പർട്ടിക്കുലർ പോയിൻ്റ് കാണുമല്ലോ, ആ പോയിൻറ്റിലെ ടെമ്പറേച്ചർ വിളിക്കുന്ന പേരാണ് ഡ്യൂ പോയിൻ്റ് ടെമ്പറേച്ചർ. മനസ്സിലായോ? ഫസ്റ്റ് ഡ്യൂ, എയറിൽ നിന്ന് ഡ്യൂസ് ഫസ്റ്റ് ഫോം ചെയ്യുന്ന ആ ഒരു ടെമ്പറേച്ചർ, മനസ്സിലായോ? അതിനെ വിളിക്കുന്ന പേരാണ് ഡ്യൂ പോയിൻ്റ് ടെമ്പറേച്ചർ. അപ്പോൾ എയറിനെ കൂൾ ചെയ്യുമ്പം, കോൺസ്റ്റൻറ്റ് പ്രഷറിന് എയറിനെ കൂൾ ചെയ്യുമ്പം
വാട്ടർ വേപ്പർ കണ്ടൻസ് ആയി ഡ്യൂസ് ആയിട്ട് ഫസ്റ്റ് ഡ്യൂസ് അല്ലെങ്കിൽ ഫസ്റ്റ് ഡ്രോപ്പ് ഓഫ് ഡ്യൂ ഉണ്ടാകുന്ന ആ പോയിന്റിലെ ടെമ്പറേച്ചറിനെ വിളിക്കുന്ന പേരാണ് ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ. പിന്നെയും കൂളിയിൽ എന്ത് ചെയ്യും, ഒത്തിരി ഡ്രോപ്ലെറ്റ് ഉണ്ടാവും. ആ കുപ്പിയുടെ വലിയ എല്ലായിടത്തും ഒത്തിരി ഉണ്ടാവും. ആദ്യം ഒരെണ്ണേ ഉണ്ടായുള്ളൂ, പിന്നാണ് എല്ലാം ഉണ്ടാകാൻ തുടങ്ങിയത്. അപ്പോൾ ആദ്യം ഉണ്ടായ ആ ഒരു ടെമ്പറേച്ചർ വിളിക്കുന്ന പേരാണെന്ത്, ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ. ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ. ഇനി അടുത്തയാണെന്ത്, ഡ്യൂ പോയിന്റ് ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ എന്തുവാ, ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ അല്ലെങ്കിൽ DBT മൈനസ് ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ. ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ മൈനസ് ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ വിളിക്കുന്ന പേരാണെന്ത്, ഡ്യൂ പോയിന്റ് ഡിപ്രഷൻ. ഡ്യൂ പോയിന്റ് ഡിപ്രഷൻ. പിന്നെയാണെന്ത്, സൈക്രോമീറ്റർ. എന്താണ് സൈക്രോമീറ്റർ? ഒരു തെർമോമീറ്റർ തന്നെയാണ്. പ്രത്യേകത എന്താ, ഒരു നോർമൽ തെർമോമീറ്ററും കാണും, അതേപോലെ തന്നെ എന്തും കാണും, ഒരു വെറ്റ് അല്ലെങ്കിൽ ഈ പറയുന്ന WBT മെഷർ ചെയ്യാനുള്ള തെർമോമീറ്ററും കാണും. അപ്പോൾ WBT മെഷർ ചെയ്യാനുള്ള തെർമോമീറ്റർ പ്രത്യേകത എന്തായിരുന്നു ഞാൻ പറഞ്ഞത്, വെറ്റ് വിക്ക്ഡ് ക്ലോത്ത് ആയിരിക്കും അല്ലേ. ഒരൊറ്റ കേസിങ് ഇങ്ങനെ അടുക്കി വെച്ചേക്കുക, ഒരൊറ്റ കേസിങ്ങിൽ ഇങ്ങനെ ആക്കി വെച്ചേക്കുക. അപ്പോൾ ഈ തെർമോമീറ്റർ വെച്ചാണ് എന്ത് ചെയ്യുന്നത്, WBT അളക്കുന്നത്. ഈ തെർമോമീറ്റർ വെച്ചാണ് എന്ത് ചെയ്യുന്നത്, ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ അളക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു തെർമോമീറ്ററിനെ വിളിക്കുന്ന പേരാണെന്ത്, സൈക്രോമീറ്റർ. രണ്ടുമുണ്ട്, 2 തെർമോമീറ്ററുള്ള ഒരു സെറ്റപ്പ്. ഒരെണ്ണത്തിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന വെറ്റ് ക്ലോത്ത് കാണും. ഒരെണ്ണത്തിനകത്ത് ബൾബ് ഡയറക്റ്റ്ലി എക്സ്പോസ് ടു ദ അറ്റ്മോസ്ഫിയർ. അപ്പോൾ അതിനെ വിളിക്കുന്ന പേരാണെന്ത്, സൈക്രോമീറ്റർ. അപ്പോൾ ഇത്രയും സാധനം നിങ്ങൾ വിചാരിക്കരുത് ബേസിക് ടേംസ് ആണ്, വലിയ ധാരണ അല്ലെങ്കിൽ വലിയ ഇമ്പോർട്ടൻസ് ഇല്ല, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി എന്ന് വിചാരിക്കരുത്. എക്സാമിന് essay ക്വസ്റ്റ്യനായിട്ട് വരെ ചോദിക്കാറുള്ള ചോദ്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പോൾ എക്സാമിന് ചോദിക്കുന്നെങ്കിൽ എക്സ്പ്ലെയിൻ ദ ഫോളോയിങ് ടേംസ് കൊണ്ടൊരു 4 എണ്ണം അല്ലെങ്കിൽ 5 എണ്ണം തരും. അത് എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പോൾ 5-ന് ചിലപ്പോൾ ഓരോ മാർക്ക് ചെയ്തതായിരിക്കും. അപ്പോൾ 5 മാർക്കിന് അല്ലെങ്കിൽ 8 എണ്ണം അല്ലെങ്കിൽ 6 എണ്ണം തന്നിട്ട് 6 മാർക്കിൻ്റെ ചോദ്യമായിട്ട് ഇങ്ങനെ ചോദിക്കും. അപ്പോൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണത് ഇപ്പം പഠിപ്പിച്ചത്. അപ്പം ഞാൻ നോട്ട് ഷെയർ ചെയ്യാം, എല്ലാവരും എന്ത് ചെയ്യുക, ബുക്കിലത് എഴുതുക, എഴുതി തന്നെ പഠിക്കുക. ഓക്കെ. അതേപോലെ തന്നെ ഈ സ്പെസിഫിക് ഹ്യൂമിഡിറ്റിയും ഇതിൻ്റെയും റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയും ഇക്വേഷൻസ് ഉണ്ട്, അത് ഞാൻ എന്ത് ചെയ്യാം, കൂടെ ഞാൻ പഠിപ്പിക്കാം. അടുത്ത ക്ലാസ്സിൽ ഞാൻ പഠിപ്പിച്ചോളാം. ഓക്കെ. ഇനി എല്ലാവരും മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് സൈക്രോമെട്രിക് ചാർട്ട് എന്നൊരു ചാർട്ടുണ്ട്. എന്താണ് സൈക്രോമെട്രിക് ചാർട്ട്? നമ്മുടെ 5th മൊഡ്യൂളിലെയും 6th മൊഡ്യൂളിലെയും പ്രോബ്ലം ചെയ്യണമെങ്കിൽ ഈ ചാർട്ടില്ലാതെ ഒരു പരിപാടി നടക്കത്തില്ല. ഈ ചാർട്ട് എങ്ങനെയെങ്കിലും നിങ്ങൾ ഒപ്പിച്ച് പഠിച്ചോളൂ. ബേസിക്കലി പറയുകയാണെങ്കിൽ റെഫ്രിജറേഷൻ ടേബിൾ എന്ന് പറഞ്ഞ ടേബിളുണ്ട്. ആ ടേബിളിൻ്റെ ബാക്കിൽ ഈ ചാർട്ടുണ്ട്. ഒരു പേപ്പറാണ്, പ്രത്യേകിച്ച് ഒരു പേപ്പർ, A4 സൈസ് പേപ്പറിനകത്തൊരു ചാർട്ടാണ്. അത് നോക്കി വരച്ചിട്ടൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. അതിൻ്റെ ഷേപ്പ് ഇങ്ങനെയിരിക്കും. ഇങ്ങനെയിരിക്കും ആ ചാർട്ടിൻ്റെ ഷേപ്പ്. ഇങ്ങനെ കുറേ ലൈൻസൊക്കെ ഉണ്ട്. അപ്പോൾ ആ ലൈൻസൊക്കെ നോക്കിയിട്ട്, ഇങ്ങനെയല്ല, മാറിപ്പോയി, ഇങ്ങനെയിരിക്കും ആ ചാർട്ട്. ഇതൊരു A4 സൈസിനകത്തായിരിക്കും എന്ത് ചെയ്തേക്കുന്നത്, ഇങ്ങനെയിരിക്കും ചാർട്ടിൻ്റെ ഷേപ്പ്. അതൊരു A4 ഷീറ്റിനകത്തായിരിക്കും എന്ത് ചെയ്തേക്കുന്നത്, ഇങ്ങനെയുള്ളത് പച്ച വരച്ചേക്കുന്നതാണ് A4 ഷീറ്റ്. അതിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ചാർട്ടുണ്ട്. ആ ചാർട്ടിനകത്ത് ഇങ്ങനെ കുറേ ലൈൻസൊക്കെ ഉണ്ട്. മനസ്സിലായില്ലേ? ഓരോ ലൈൻസും ഓരോ ടെമ്പറേച്ചറിനെയും ഓരോ ഡെൻസിറ്റിയൊക്കെ ഞാൻ അടുത്ത ക്ലാസ് പഠിപ്പിക്കാം. അപ്പോൾ ഈ ചാർട്ട് വെച്ച് നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രോബ്ലം നമ്മൾ ചെയ്യുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ ഒരു കണ്ടീഷൻ പറയാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ പോയിന്റ് ഇവിടെ മാർക്ക് ചെയ്യും. ഒരു 5 ഡിഗ്രി സെൽഷ്യസ് 50% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞാൽ വേറൊരു പോയിന്റ് മാർക്ക് ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോസസ്സ്. ഇപ്പം 1 to 2 എന്ന് പറഞ്ഞ പ്രോസസ്സിനകത്ത് ബാക്കിയുള്ള പ്രോപ്പർട്ടീസ് എല്ലാം നമ്മൾ നോക്കി എന്ത് ചെയ്യണം, ഇങ്ങനെ കണ്ടുപിടിക്കണം. താഴോട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു സാധനം കിട്ടും, ഇങ്ങോട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് വേറെ സാധനം കിട്ടും, ഇങ്ങോട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് വേറെ സാധനം കിട്ടും. മനസ്സിലായില്ലേ? ഈ ലൈൻസ് വേറെ സാധനം കിട്ടും. അങ്ങനെ ഓരോ പ്രോപ്പർട്ടീസ് നമ്മൾ കണ്ടുപിടിക്കുന്ന പ്രോബ്ലം നമുക്ക് ചോദിക്കും. മനസ്സിലായോ? ഈ സാധനം ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഓക്കെ. അപ്പം എല്ലാവരും എന്ത് ചെയ്യുക, സൈക്രോമെട്രിക് ചാർട്ട്
അറ്റ്ലീസ്റ്റ് പ്രിൻ്റ് എടുത്ത് വെക്കുക. ബുക്ക് മേടിച്ചില്ലെങ്കിലും സൈക്കോമെട്രിക് ചാർട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പ്രിൻ്റ് എടുക്കുക. ഇത് പഠിക്കാതെ പാസ്സാവാൻ പറ്റില്ല. ഓക്കെ, അപ്പം അടുത്ത ക്ലാസ് മുതൽ എല്ലാവരുടെയും ഈ സൈക്കോമെട്രിക് ചാർട്ട് കമ്പൽസറി ആയിട്ടും കണ്ടിരിക്കണം. അല്ലാതെ പ്രോബ്ലം ചെയ്യാൻ പറ്റത്തില്ല, ഒന്നും മനസ്സിലാകത്തില്ല. ഓക്കെ, ഞാൻ ഈ റെക്കോർഡഡ് ക്ലാസ്സിൽ ഞാനിങ്ങനെ കാര്യം എങ്ങനെ എടുക്കുന്നതെന്നൊക്കെ പറഞ്ഞു തന്നിട്ട് അങ്ങ് പോകും. നിങ്ങൾ തനിയെ എടുക്കണം, എങ്കിലേ അതുകൊണ്ട് ഗുണമുള്ളൂ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചാർട്ട് കണ്ടിരിക്കണം. ഓക്കെ.